എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഓടുന്നത്. ഇപ്പം തന്നെ ഞാൻ കേശവകുമാരെയും ടൗൺ ഹാളിൽ നിന്ന് വന്നത്. സാറ് ബൈക്ക് കൊണ്ട് ഓടിച്ചു പോകും. അവിടെ നിന്ന് ഇവിടെ പോയി ഞാൻ 50 രൂപ മേടിച്ച് 60 രൂപയുടെ ഓട്ടോ ഉണ്ട്. നമ്മൾ ആ 10 അവിടെ കളഞ്ഞു. ആ സാറ് പറഞ്ഞ കൊള്ളാം കൂട്ടെന്ന് പറഞ്ഞു. അന്നേരം ഇങ്ങനെ നല്ല ഡ്രൈവേഴ്സ് കണ്ടമാനം. പിന്നെ വൈകിട്ട് ഒരു തുച്ഛമായ 2-3 പേരൊക്കെ ഈ ഓടുന്നവന്മാരുണ്ട്. ആണെങ്കിൽ പൈസ അധികം മേടിക്കും. അല്ലാതെ എല്ലാം ഞങ്ങളൊക്കെ 6:30 ആകുമ്പോൾ നിർത്തും. മാന്യമായ ഓട്ടോ. അന്നേരം ഇങ്ങനെയുള്ള ജീവിതത്തിൽ നമ്മൾ സാറിൻ്റെ ഡ്രസ്സ് നോക്ക്. സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസം കൊണ്ട് നടക്കുന്നത് ഇവിടെ. അന്നേരം നമ്മൾ ഈ ഓട്ടോറിക്ഷക്കാരെ പേര് നമുക്ക് എറണാകുളം അല്ലത്, ഇത് എറണാകുളം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്തുകൊണ്ട് സിറ്റി സാറിനൊക്കെ അറിയാമല്ലോ. എന്തുകൊണ്ട് ചെറിയ സിറ്റി. നമുക്ക് ഒരു സ്റ്റാൻഡിൽ ചെന്ന് നമ്മളെ ചീത്ത വിളിക്കും. ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് വേറെ സ്റ്റാൻഡിൽ ചെന്ന് ഒരു വണ്ടി പിടിച്ചാൽ അവരുടെ ന്യായമാണ്. ഈ ഉദ്യോഗസ്ഥർ പറയുന്ന ന്യായങ്ങളല്ല. അതൊന്നും ഈ ഡിപ്പാർട്ട്മെൻറ്റോ ഇതൊന്നും ആരും അറിയുന്നില്ല. എന്നെയൊക്കെ വിളിക്കുന്ന അമ്മ ഇത് എവിടെ ചോദിച്ചാൽ. അന്നേരം അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ഡ്രൈവേഴ്സായി ഓട്ടോറിക്ഷക്കാർ. അതൊക്കെ എന്തോ കിട്ടും സാറേ? 30,000 രൂപ ഞാൻ ചിലവാക്കിയത് ഇറങ്ങിയത്. അത് എന്തോ കിട്ടും നമുക്ക്? അതൊക്കെ അത് സാറൊക്കെ നിങ്ങളൊക്കെ കൊടുത്ത് സംസാരിക്കണം. വിഷമം കൊണ്ട് പറഞ്ഞത് ഇതൊക്കെ. അപ്പൊ ഈ കൊല്ലത്തെ പറ്റി പറയുന്നതൊക്കെ വെറുതെയാണ്. നമ്മുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് മാർഗത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിക്കുന്നില്ലേ? ആരെ സാറ് മുൻ തരുമോ? സാർ ഇതിനകത്ത് കയറിയിട്ട് പിന്നെ കടപ്പാക്കടയിൽ പോയി 300 രൂപ തരുമോ? അന്നേരം വിഡിത്തന്നെ നമ്മൾ കേൾക്കരുത്. അത് വേദന കൊണ്ട് ഞാൻ പറയുന്നത്. ആരും കൊടുക്കത്തില്ല ഈ 300 രൂപ 400 രൂപ. ചുമ്മാ അങ്ങ് പറയാം. ഒരു ഡ്രൈവേഴ്സും മേടിക്കത്തില്ല 400 രൂപ. ചുമ്മാ കടപ്പാക്കടയിൽ പോയിട്ട് പറഞ്ഞാൽ 400 രൂപ എങ്ങനെ മേടിക്കും സാറേ? ആര് തരും? സാറ് തരും. സാറിൻ്റെ സഹോദരി തരുമോ? അല്ലെങ്കിൽ സാറിൻ്റെ ഫാദർ ആരും തരും? തരത്തില്ല. പൈസ എന്ന് പറയാൻ വിലപ്പെട്ടതാണ്. അപ്പൊ ഈ 1-2 ആൾക്കാർ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ സാറിന്റെ വീട്ടിൽ വന്ന് ഞാൻ മോഷ്ടിച്ച് സാറ് ഒരു സപ്പോസ് ഞാൻ പറഞ്ഞു തരും. എനിക്ക് വലിയ അറിവുള്ളതല്ലേ. അന്നേരം ഞാൻ എന്നെ പിടിച്ച് ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ച് കള്ളനാക്കുന്നതാണോ മര്യാദ? ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ആൾക്കാരും ഉണ്ടെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുണ്ട്, CF എല്ലാം കളക്റ്റാണ്. ആ വണ്ടിയുടെ നമ്പർ വിളിച്ചിട്ട് ആ ഡ്രൈവേഴ്സിനെയും ആ വ്യക്തിയെയും വിളിച്ച് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഉദ്യോഗസ്ഥന്മാരുണ്ടോ അവരുടെ മുമ്പിൽ കൊണ്ടുവരണം. നീ എത്ര മണിക്ക് ഈ വണ്ടി വിളിച്ച്, നിങ്ങൾ എത്ര മണിക്ക് ഈ വണ്ടി കയറി, അവരെ വിളിച്ച് അവനെ ശിക്ഷിച്ചത് അവന് 500 രൂപ ഫൈൻ അടിച്ചോട്. ഞാനതിന് സമ്മതം. ഞാൻ തെറ്റിയത് ഞാനും കൊടുക്കാൻ സമ്മതം. സാർ അത് അങ്ങനെ പത്രത്തിൽ എഴുതും. അല്ല എല്ലാവരെയും ആക്ഷേപിക്കരുത്. ശരിയാണ് സാറേ. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ഒരു തെറ്റുമില്ല. പറഞ്ഞെല്ലാം വളരെ ശരിയാണ്. സാർ എന്റെ എനിക്കൊരു പാൻറ് മേടിക്കാനില്ല. ചേട്ടാ, കൊല്ലംകാരെ പറ്റി മൊത്തത്തിലുള്ള ഒരു ആക്ഷേപത്തെ പറ്റി നമ്മൾ പറയായിരുന്നു. ഒന്ന് പറഞ്ഞാൽ രണ്ടാമതിനെ എടുത്തിട്ട് ഇടിക്കും, അവർ ശരിയല്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ കേരളം മുഴുവനും ഇങ്ങനെ വാർത്ത വരുമ്പോൾ പോലും ആ ഒരു സൈബർ അറ്റാക്ക് ഉണ്ട്. അപ്പോൾ എന്താണ് ചേട്ടന് അങ്ങനത്തെ ഒരു അത് തെറ്റായ ഒരു വാർത്തയാണ്. അങ്ങനൊരു സംഭവം ഇല്ല. ഇല്ല അത് ഇല്ല, അങ്ങനെയില്ല. അങ്ങനൊരു സംഭവം ഇല്ല. കൊല്ലം നല്ല സ്ഥലമല്ലേ? പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കൊല്ലം.